പെൺകുട്ടിക്കാലത്തിൻ്റെ കൗതുകങ്ങളിലൂടെയാണ് ഒരു സ്ത്രീ വ്യക്തി രൂപപ്പെടുന്നത്. പെൺകുട്ടി എന്ന കാലത്തെ കൗതുകങ്ങൾക്കും കുസൃതികൾക്കുമൊക്കെ ശേഷം അവൾ ഒരു കുടുംബത്തിലേക്ക് വധുവായി, സമ്രാജ്ഞിയായി, വളരെ ഗൗരവമായ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഒരു പുതിയ സമൂഹത്തെ, പുതിയ വ്യക്തിയെ സമൂഹത്തിന് സൃഷ്ടിച്ചു കൊടുക്കുക എന്ന വലിയൊരു ദൗത്യവുമായാണ് കുടുംബം എന്ന സംവിധാനത്തിൻ്റെ ഭാഗമാകുന്നത്. ഗാന്ധാരിക്കും കുന്തിക്കും, ഗാന്ധാര രാജ്യത്തും കുന്തിഭോജന്റെ വളർത്തുപുത്രിയായും ഒക്കെ കഴിഞ്ഞ ഒരു കുട്ടിക്കാലമുണ്ടായിരുന്നു. അതിനുശേഷം അന്ന് ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്രാജ്യമായ ഹസ്തിനപുരത്തിലേക്ക് കുരുവംശ വധുക്കളായിട്ട് ഇവർ വരികയാണ്. എങ്ങനെയായിരുന്നു ഈ കുരുവംശം, അവിടുത്തെ ഈ ഉത്തരവാദിത്തം ഇവരുടെ വ്യക്തിത്വത്തെ ഒരു പൂർണ്ണതയിലേക്ക് രൂപപ്പെടുത്തിയത്? മാതൃത്വം എന്നുള്ള ആ ഒരു ശക്തിമത്തായ ഭാവന ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ മഹിഷ്ടമായ അടിത്തറയാണെന്നുള്ളതിന് ആർക്കും ആശങ്കയില്ല. മാതൃഭൂമി എന്നുള്ള പേര് തന്നെ ആ വഴി കൂടെ തന്നെ വന്നതാവണം. മാനം ചെയ്യുന്നവൾ, മാതാവ്, നമുക്കർത്ഥം കണ്ടെത്താം. മാന പൂജായാം എന്നത് അതുകൊണ്ട് അളക്കുക എന്നുള്ള അർത്ഥത്തിലുണ്ട്. അതിനാണ് പ്രമാണമെന്ന വാക്കുണ്ടായത്. കൊണ്ട് ഭാരതീയർക്ക് പ്രമാണം അമ്മയാണ്, മാതാവാണ് പ്രമാണം. അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. ഏറ്റവും വലുത് മാതാവാണ്. ശ്രീ മഹാരാജ്ഞി എന്ന് ആരംഭിക്കുന്ന ലളിതസഹസ്രനാമവും മാതൃശബ്ദം കൊണ്ടാണ് തുടങ്ങുക. ഇത്രത്തോളം മാതാവിനെ പ്രമാണമാക്കി ഒരിക്കലും എന്തിനേയും അളന്ന് തിട്ടപ്പെടുത്താനുള്ള ധാർമ്മിക ബോധത്തിൻ്റെ പ്രതീകമായി മാത്രമാണ് ഈ ഭാരത സ്ത്രീത്വ സങ്കല്പം വരുന്നത്. എല്ലാ ഭാരതത്തിലെ സമസ്ത ഋഷിവർഗങ്ങളും ഒരുപോലെ പ്രണമിക്കുന്നത് മാതാവിൻ്റെ പാദങ്ങളിലാണ്. അത്രയ്ക്കൊരു മഹത്വം സ്ത്രീത്വത്തിന് സങ്കല്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളെ നമുക്കൊന്ന് താരതമ്യം ചെയ്യാൻ പാകത്തിനാണ് ഇന്ന് കുന്തിയും ഗാന്ധാരിയും അവതരിപ്പിച്ചത്. കുന്തിയെ സംബന്ധിച്ച് രാജകൊട്ടാരത്തിന് പ്രൗഢമായ അനുഭൂതികളൊന്നും ഒരിക്കലും അനുഭവിക്കാനിടയായിട്ടില്ല. കാരണം ചെറുപ്പത്തിൽ തന്നെ ശൂരസേനൻ്റെ പുത്രനായി ജനിച്ചെങ്കിലും കുന്തിഭോജന ദത്ത് കൊടുത്ത്, ദാനമായിട്ട് കൊടുത്തു പോയി. സ്വന്തം വീട്ടിൽ നിന്നും സ്വന്തം കൊട്ടാരത്തിൽ നിന്നും വേണ്ട യാതൊരു യാദവ വംശത്തിൻ്റെ സംഭാവനകളോ അഭിവൃദ്ധിയോ അനുഭവിക്കാൻ ഇടയായില്ല. ഇവൾ ഒരു പുത്രനുണ്ടായി എന്ന് പറയുന്നത് ഒരു ആക്ഷേപമായി നമ്മൾ ഇന്ന് പലപ്പോഴും പറയാറുണ്ടെങ്കിലും മന്ത്രോപാസന കൊണ്ട് ലഭിച്ച ഒരു പുണ്യമാണ് ഇത്. ചുമ്മാതെ കാമകളിയെ കൊണ്ട് ലഭിച്ചൊരു പുത്രനല്ല അത്. സൂര്യമന്ത്രത്തെ ഫവിതൃശക്തിയുടെ മാഹാത്മ്യം കൊണ്ട് ആ മന്ത്രോപാസന നിരന്തരമായും ചെയ്ത്, ഇതെല്ലാം ഒരു ചെറുപ്പകാലത്തിലെ കുട്ടിയുടെ കഥയാണ്. ഈ മന്ത്രോപാസന കൊണ്ട് നേടിയെടുത്ത ചൈതന്യശക്തി കൊണ്ടാണ് തനിക്കൊരു പുത്രത്വം ലഭിക്കാൻ സാധിച്ചത്. അതിലെ പ്രധാനം മന്ത്രോപാസനയുടെ ലക്ഷ്യമാണ്. അതിൻ്റെ ഫലമാവാം ഒരുപക്ഷെ ഈ പുത്രസമ്പത്ത്, സന്താനം എന്നുള്ളത്. അത് ആ മന്ത്രോപാസനയുടെ വിഷയത്തിൽ അപ്രധാനമാണ്. ഒരുപക്ഷെ ബാല്യകാലത്തിൽ സ്വാമിജി പറഞ്ഞൊരു കൗതുകം കൊണ്ടോ കുസൃതി കൊണ്ടോ എന്ന് പറട്ടെ, പക്ഷേ മന്ത്രം ഉപാസിച്ചാണ് ഈ ഉപാസനയും മന്ത്രവും ത്യാഗവും എല്ലാം കുന്തിദേവി പഠിച്ചുകൊണ്ടാണ് ഹസ്തിനപുരത്തിലെ പാണ്ഡുവിൻ്റെ പത്നിയായിട്ട് വരുന്നത്. അപ്പോഴും പത്നിയായിട്ട് വന്നതിന് ശേഷവും വേണ്ട വിധത്തിലുള്ള ഒരു രാജ്ഞിക്ക് അനുഭവിക്കേണ്ട രാജസുഖാനുഭൂതികളെല്ലാം സമ്പൂർണ്ണമായിട്ടും പരിത്യജിച്ചവളാണ് കുന്തിദേവി. അതേസമയത്ത് ഗാന്ധാര രാജ്യത്ത് വെച്ചും തിരിച്ചിവിടെ എത്തിയപ്പോഴും രാജസുഖത്തിൻ്റെ സമസ്ത ആർഭാടവും ഒരുപോലെ അനുഭവിച്ചവളാണ്. അവർക്ക് എന്നൊരു വീഴ്ച വന്നിട്ടില്ല. സ്വയം കണ്ണ് കെട്ടിയെങ്കിൽ പോലും ഇവിടെ ധൃതരാഷ്ട്ര കൂടെ ഇരുന്നു കൊണ്ട് രാജ്യസുഖത്തിൻ്റെ അനുഭൂതികൾ അനുഭവിക്കാൻ പറ്റിയവളാണ്. പക്ഷേ കുന്തിക്കിതില്ല. ഒരാൾ ധർമ്മത്തിൻ്റെയും ഒരാൾ ത്യാഗത്തിൻ്റെയും രണ്ട് മൂർത്തീകരണമായി മഹാഭാരത കഥയിൽ ഒന്നിച്ചു കൂടുമ്പോഴാണ് മഹാഭാരതത്തിൻ്റെ ധാർമ്മിക പശ്ചാത്തലം സമ്പന്നമാകുന്നത്.